പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക സംഘടനകളെ ഒതുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപക സംഘടനകൾക്കിടയിൽ ഹിതപരിശോധന കൊണ്ടുവരാനാണ് തീരുമാനം. കാറ്റഗറി സംഘടനകളെ ഒഴിവാക്കി പൊതു സംഘടനകൾക്ക് മാത്രം അംഗീകാരം കൊടുക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. സംഘടനകളുമായി ആദ്യ ചർച്ച ഈ മാസം 19-ാം തീയതി നടക്കുമെന്ന് അറിയുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് മേഖലകളിലായി 1,70,000-ത്തിലധികം അധ്യാപകരുണ്ട്. ഇവർക്കായി 42-ലധികം അധ്യാപക സംഘടനകളും. അധ്യാപക സംഘടനകളുടെ ബാഹുല്യം സ്കൂളുകളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം. ഈ സാഹചര്യത്തിലാണ് അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നീക്കം. അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നതിനു മുൻപ് ഹിതപരിശോധന നടത്തും. 2011-ൽ ഇതിന് നീക്കം ആരംഭിച്ചെങ്കിലും അന്ന് നടപ്പായില്ല. വീണ്ടും ഹിതപരിശോധനയ്ക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത്. ആലോചനാ യോഗം ഈ മാസം 19-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരും. നിലവിലെ അധ്യാപക സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരെ പ്രതിനിധീകരിക്കുന്ന പൊതുസംഘടനകൾക്ക് മാത്രമായിരിക്കും അംഗീകാരം നൽകുന്നത്. പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന സംഘടനകളെ അധ്യാപക സംഘടനകളായി അംഗീകരിക്കില്ല. അതായത് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് മാത്രമുള്ള സംഘടന, പ്രധാന അധ്യാപകരുടെ സംഘടന, സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സംഘടന, പഠിപ്പിക്കുന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള സംഘടന എന്നിവയ്ക്കൊന്നിനും അംഗീകാരമുണ്ടാകില്ല. ഇതിനായി കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും. കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട ആലോചനായോഗം നിശ്ചയിച്ചിരുന്നെങ്കിലും വിവിധ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് അജണ്ട പരിഗണിച്ചിരുന്നില്ല. പൊതുസംഘടനകൾക്ക് മാത്രമായി അംഗീകാരം ചുരുക്കുന്നതോടെ ആദ്യം തന്നെ നിരവധി സംഘടനകൾ പുറത്താകും. അതിനുശേഷം ഹിതപരിശോധന കൂടി കഴിയുന്നതോടെ സംസ്ഥാനത്തെ അധ്യാപക സംഘടനകളുടെ എണ്ണം 4-ൽ താഴെയാകും. സ്വാഭാവികമായി നിലവിലെ അധ്യാപക സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.